പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ നമസ്തേ. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള 3 വ്യക്തിത്വങ്ങളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. 3 പേഴ്സണാലിറ്റികളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. കാരണം ഈ ഒരു 3 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ടെൻഷനും സ്ട്രെസ്സിൻ്റെയും എല്ലാം ആധാരം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളും അവരവരിൽ തന്നെ എപ്പോഴും 3 തരത്തിലുള്ള പേഴ്സണാലിറ്റികളായിട്ടാണ് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ 3 രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ 3 വ്യക്തിത്വങ്ങളെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ പേഴ്സണാലിറ്റിയും മറ്റുള്ള പേഴ്സണാലിറ്റികളും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചുകൊണ്ട് നമുക്കൊരു വിജയകരമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 വ്യക്തിത്വങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം തന്നെ വരുന്നത് നമ്മുടെ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റിയാണ്. പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ആ ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ വ്യക്തിത്വത്തിൽ നിന്ന് വിഭിന്നമായി നമ്മൾ ഇത്തരത്തിലൊരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ വ്യക്തിത്വത്തെയാണ് നമ്മുടെ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആളുകൾ നമ്മളെപ്പറ്റി ഇങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ഇങ്ങനെ വേണം അറിയുവാനായിട്ട് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന നമ്മളെ തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ റിയൽ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരുപാട് അന്തരമാണ് നമ്മളുടെ ഈ പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റിക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്റ്റഡ് പേഴ്സണാലിറ്റിയെ ഫോളോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്കൊന്ന് നിലനിർത്താനായിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും സ്ട്രെസ്സും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം 99% ആളുകളും മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അടിക്കുന്ന ആളുകളാണ്. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അല്ലെങ്കിൽ എന്തല്ലയോ എന്നുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്താണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു ഉയർന്ന വ്യക്തിത്വമാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളാണ് എന്ന് കാണിക്കാനായിട്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് ഓർക്കേണ്ടത്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നിങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റേ അല്ല. കാരണം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കണ്ടാലും നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പറ്റി ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഉണ്മയിൽ നിന്ന് ഒരുപാട് ദൂരം വ്യതിചരിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നാൽ മാത്രമേ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ഉണ്മയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ടും യഥാർത്ഥ ഭാവത്തിലേക്ക് നമുക്ക് മടങ്ങി വരുവാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ റിയൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്തല്ലയോ അതാണ് നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ റിയൽ പേഴ്സണാലിറ്റിയാണ് നമ്മൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ അത് ആയിരിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അതിൽ നിന്ന് നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ആ മുഖംമൂടികളെല്ലാം അഴിഞ്ഞ് വീഴുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ മുഖംമൂടി അഴിഞ്ഞ് വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു വിഷമോ വേദനയോ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പരമാവധി നമ്മളെ യഥാർത്ഥമായിട്ടുള്ള പേഴ്സണാലിറ്റിയെ തന്നെ ആയിരിക്കണം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥമായ പേഴ്സണാലിറ്റിയാണ് സഹജമായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ സഹജമായ ഭാവത്തിലായിരുന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ പേഴ്സണാലിറ്റിയെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ അവിടെയാണ് നമുക്ക് ശരിക്കുള്ള വിജയം നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്ന പേഴ്സണാലിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റിയെ മറ്റുള്ളവരെ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ റിയലായിട്ടുള്ള പേഴ്സണാലിറ്റി മറ്റൊന്നായിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചാലും മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കാണപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10 പേര് നമ്മളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ 10 പേരും 10 ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളിലായിരിക്കും നമ്മളെ പറ്റി മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ നമ്മളിൽ നിന്ന് വരുന്ന ഒരു വളരെ അപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ വിലയിരുത്തിയിട്ടായിരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. എന്തായാലും മറ്റു ചിലരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആക്സിഡൻ്റലായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളെ വെച്ചിട്ടായിരിക്കും നമ്മളെപ്പറ്റി വിലയിരുത്തുന്നത്. എന്നാൽ മറ്റു ചിലരാവട്ടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന നമ്മുടെ സഹജമായ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും യഥാർത്ഥമായ നമ്മളെപ്പറ്റി അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്നൊന്നും ചിന്തിച്ച് നമ്മളുടെ ഒരു ഫേക്കായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ പുറത്തേക്ക് കാണിക്കാതെ നമ്മുടെ റിയലായിട്ടുള്ള പേഴ്സണാലിറ്റി എന്താണോ, നമ്മൾ ശരിക്കും നമ്മൾ എന്താണോ ആ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ ടെൻഷനും സ്ട്രെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും.
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി ആണ് നമ്മൾ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അല്ലെങ്കിൽ ഒരു 10 പേര് നമ്മളെ കാണുന്ന സമയത്ത് അതിലൊരു 8 പേർക്കും നമ്മളെ പറ്റിയുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു അവബോധമായിരിക്കും ലഭിക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റ് ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള കോലം കെട്ടോ ഒന്നും വേണ്ട നമുക്ക് മറ്റുള്ളവർ മുന്നിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ ആ രീതിയിൽ തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു പകരം ഈ പ്രപഞ്ചം നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകളെ നമ്മൾ വിനിയോഗിക്കാതെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ നമ്മളെപ്പറ്റി എന്താണ് കരുതുക എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന സാധ്യതകളെ നമ്മൾ വിനിയോഗിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരാജയമായി തീരും. അതിന് പകരം നമുക്ക് ലഭ്യമായ സാധ്യതകളൊക്കെ നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മളുടെ യഥാർത്ഥമായ പേഴ്സണാലിറ്റി എന്താണോ ആ പേഴ്സണാലിറ്റിയെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതാണ് അല്ലെങ്കിൽ ഞാൻ ഇതല്ല എന്നുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള ആ ഒരു ആത്മധൈര്യത്തെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളെയും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ വിനിയോഗിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ വലിയ ഒരു വിജയമായി തീരും. അത് മാത്രമല്ല ആവശ്യമില്ലാത്ത ടെൻഷനും സ്ട്രെസ്സും ഒന്നും നമ്മളെ പിടികൂടുകയില്ല. അപ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാനായിട്ടും ഈ പ്രപഞ്ചത്തിൽ മുന്നോട്ട് പോകാനായിട്ടും വളരെ വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. അപ്പോൾ അങ്ങനെ ആ വലിയ സാധ്യതകളെ വിനിയോഗിച്ചുകൊണ്ട് സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics, and spirituality.